US താരിഫ് വെല്ലുവിളി നേരിടാൻ യൂറോപ്യൻ യൂണിയനുമായി ചേർന്ന് പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് ഭാരതം. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന കാറുകളുടെ തീരുവ 110-ൽ നിന്ന് 40% കുറച്ചേക്കും. നാളെ നടക്കാനിരിക്കുന്ന സ്വതന്ത്ര വ്യാപാര കരാർ ധാരണയിലായിരിക്കും ഇക്കാര്യം ഉൾപ്പെടുത്തുക. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, സ്വാഭാവികമായിട്ടും പ്രതീക്ഷിച്ചതാണ് ഈ പുതിയ നീക്കം, എങ്ങനെ വിലയിരുത്താം? തീർച്ചയായും ശ്യാം, ഈ പുതിയ നീക്കത്തെ വിലയിരുത്തേണ്ടത് പ്രധാനമായും ഈ 70% മുതൽ 110% വരെ താരിഫാണ്. അതായത് ഈ ഇറക്കുമതി ചെയ്യുന്ന കാറുകൾക്ക് ഭാരതം ചുമത്തുക. അത്തരത്തിൽ വിദേശത്ത് നിന്ന് എത്തുന്ന കാറുകൾക്ക് 27 രാജ്യങ്ങൾക്കും യൂറോപ്യൻ യൂണിയനിൽ 27 രാജ്യങ്ങൾക്കും ഇത്തരത്തിൽ 110% താരിഫ് ചുമത്തിയിരുന്നത്. ഈ താരിഫ് ചുമത്തിയിരിക്കുന്ന 110% എന്നത് 40%-ലേക്ക് ഉടൻ തന്നെ കുറയ്ക്കാനുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അത്തരത്തിലൊരു തീരുമാനം നാളെ പ്രഖ്യാപിക്കപ്പെടുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഉടൻ തന്നെ ഈ താരിഫ് കുറയ്ക്കുകയാണെങ്കിൽ സ്വാഭാവികമായും വൻതോതിൽ കാറുകളുടെ ഒരു ഇടപാട് നടത്താൻ ഭാരതത്തിൽ വലിയ തോതിൽ ഒരു മാർക്കറ്റ് തുറന്നു കെട്ടാനുള്ളൊരു സാധ്യത, ഏതാണ്ട് 70%-ഓളമാണ് താരിഫ് കുറയുക എന്നത് സ്വാഭാവികമായും വലിയ തോതിൽ വില മാറ്റത്തിന് സാഹചര്യം ഒരുക്കുമെന്നതാണ് യാഥാർത്ഥ്യം. 15,000 യൂറോയ്ക്ക് കൂടുതലുള്ള, ഏതാണ്ട് 15 ലക്ഷത്തിൽ മീതെ 18 ലക്ഷത്തോളം വില വരുന്ന വിലയ്ക്ക് മുകളിലുള്ള കാറുകൾക്കായിരിക്കും ഇത്തരത്തിലുള്ള നികുതി ഇളവ് ബാധകമാക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായും അവിടെ പ്രീ ഫാബ്രിക്കേറ്റ് ചെയ്തതും അല്ലാത്തതുമായ കാറുകൾ ഭാരതത്തിലേക്ക് ഇറക്കുമതി ചെയ്യാനും ആ ഇറക്കുമതിയുടെ വലിയൊരു വിപണി തുറക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഈ ഒരു പശ്ചാത്തലം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ US-ഉമായുള്ള ഒരു താരിഫ് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് യൂറോപ്യൻ യൂണിയനുമായി ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിലേക്ക് എത്തുന്നത് എന്നതും അതുപോലെ തന്നെ അമേരിക്കയുമായുള്ള ഒരു സ്വതന്ത്ര വ്യാപാര ധാരണ സസ്പെൻഡ് ചെയ്തൊരു സാഹചര്യം യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഗ്രീൻലാൻഡ് വിഷയത്തിലൊക്കെ അധിക താരിഫ് ചുമത്താനുള്ള നീക്കങ്ങൾ നടത്തിയതിൻ്റെ ഭാഗമായാണ് അത്തരത്തിൽ സസ്പെൻഷനിലേക്ക് നീങ്ങുകയും അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു അസ്വാരസ്യങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്തത്. ഈ സാധ്യത കൃത്യമായി മുതലെടുക്കുക എന്നത് തന്നെയാണ് ഭാരതത്തിൻ്റെ ഒരു വാണിജ്യ ലക്ഷ്യമെന്നതാണ് യാഥാർത്ഥ്യം. തീർച്ചയായും ഇത്തരത്തിൽ വലിയ തോതിൽ മെഴ്സിഡസ് ബെൻസ് ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റ് BMW ഉൾപ്പെടെയുള്ള കാറുകളുടെ കുറെ കൂടി പ്രീമിയം കാറുകൾക്ക് ഭാരതത്തിൽ കുറെ കൂടി വലിയ വിപണി ലഭ്യമാകുന്നതോടെ ഭാരതത്തിൻ്റെ ഒരു സാമ്പത്തിക രംഗം തന്നെ ചലനാത്മകമാകുകയും നിരവധി പേർക്ക് തൊഴിൽ ലഭിക്കുന്നത് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുമെന്ന നേട്ടമാണ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. നിലവിൽ ഇത് 40%-ആക്കിയാണ് കുറയ്ക്കാൻ തീരുമാനമെങ്കിലും വൈകാതെ തന്നെ 10%-ആക്കി ചുരുക്കാനുള്ള ധാരണയിലും എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ വലിയ തോതിലുള്ളൊരു വിപണി ഭാരതത്തിന് ഇവർക്ക് തുറക്കാൻ സാധിക്കുകയും സ്വാഭാവികമായും ആ വലിയ വിപണിയുടെ സാധ്യതകളെല്ലാം തന്നെ അത് എഞ്ചിനീയർമാർ മുതൽ സാധാരണ ടെക്നീഷ്യൻസ് വരെയുള്ള സാങ്കേതിക വിദഗ്ധർക്കും അതുപോലെ തന്നെ മറ്റ് പ്രൊഫഷണലുകൾക്കെല്ലാം തന്നെ വലിയ അവസരങ്ങൾ തുറന്നു കിട്ടുന്ന വലിയ സാധ്യതയിലേക്ക് ഈ തീരുമാനം മാത്രം കൊണ്ടുചെന്നെത്തിക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്യാം.